ഹായ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം എങ്ങനെ ഒരു ക്ഷീര കർഷക സംഘം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഒരു ക്ഷീര കർഷക സംഘത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് പട്ടിമറ്റം ക്ഷീര കർഷക സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബഷീർ സാറും കൂടാതെ ഇവിടുത്തെ ക്ഷീര വികസന ഓഫീസർ ശ്രീ ശ്രീലത മാഡം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ, അതായത് ഒരു ക്ഷീര കർഷകന് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ, അതായത് ഒരു സംഘത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സംഘം ഒരു പ്രദേശത്ത് എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെ പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമസ്കാരം. ഞാൻ പട്ടിമറ്റം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ബഷീറാണ്. നമസ്കാരം, ഞാൻ ശ്രീലത. മാഡം, നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ക്ഷീര കർഷക സംഘം എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാഡത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ ക്ഷീര വികസന അല്ലെങ്കിൽ ക്ഷീരോത്പാദന വ്യവസായത്തിലേക്ക് വരുന്നവരോട് എന്തെങ്കിലും പറയാനായിട്ട് മാഡത്തിനുണ്ടോ? തീർച്ചയായും. കാരണം മറ്റിപ്പം കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കൃഷി മേഖലയെ അപേക്ഷിച്ച് ഡയറിങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു സംസ്ഥാനമാണ്. ഇവിടെ മറ്റെല്ലാ വസ്തുക്കളും, ഭക്ഷണം, അരി, പച്ചക്കറികൾ, പാല്, മുട്ടായി എല്ലാം തന്നെ അന്യ സംസ്ഥാനത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് നമ്മളിവിടെ ഒരു ഭക്ഷ്യയോഗ്യമാക്കുന്നത്. എന്നാൽ പാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെൻറ് സ്വയം പര്യാപ്തത, പാലുകൊണ്ടെങ്കിലും നമുക്ക് സ്വയം പര്യാപ്തത നേടണം വർഷങ്ങളെ ഏകദേശം 10 വർഷത്തോളമായി പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വർഷത്തോടെ നമുക്ക് പാലുൽപാദനത്തിൽ റെക്കോർഡ് വർധനയാണ് കണ്ടിരിക്കുന്നത്. സ്വയം പര്യാപ്തതയിലേക്ക് എത്താനുള്ള 2021 സ്വയം പര്യാപ്തതയിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നൽകിയിരുന്നത്. പക്ഷേ 2020 ഇപ്പോൾ നവംബർ 2020 ഇപ്പോൾ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടി കഴിഞ്ഞു എന്നുള്ള റെക്കോർഡുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൃഷി മേഖലയെ അപേക്ഷിച്ച് കൃഷി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന് അതിൻ്റേതായ രീതിയിലുള്ള വില കിട്ടുന്നില്ല എന്നുള്ള വളരെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പല ക്ഷീര കർഷകരും ധാരാളം മാറ്റങ്ങളൊക്കെ എടുത്തിട്ട് കൃഷി മേഖലയിലേക്ക് ചെലവഴിക്കുകയും എന്നാൽ അവർക്ക് ആ ഉൽപ്പന്നത്തിന് ആദ്യിക്കുന്ന ഒരു വില ലഭിക്കാതെ വരികയും അവർ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചേരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ ക്ഷീര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീര കർഷകനും ഒരു പശുവിനെ വളർത്തിയ പോലും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ അവർക്ക് ഉണ്ടാകുന്നില്ല. അവർക്ക് അത്യാവശ്യം ഇൻകം ജനറേഷൻ അതിൽ നിന്നുണ്ടാകുകയും അവർക്ക് വേണ്ട ജീവിതോപാധിയായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൃഷി അപേക്ഷിച്ചിപ്പോൾ റബ്ബർ കർഷകർക്ക് തന്നെ വളരെ വിലയിടിവ്, റബ്ബറിന് വിലയിടിവ് വന്നപ്പോഴത്തേക്ക് റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞ് ആളുകൾ കൂടുതൽ ഫാം തലത്തിലേക്ക്, ഡയറി ഫാം തുടങ്ങുന്ന രീതിയിലേക്ക് വരികയും അവർക്ക് കൂടുതൽ അത് വളരെ ഗുണകരമായി എന്ന് അവർ തന്നെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കാണുന്ന കർഷകരിൽ നിന്ന് എടുക്കുന്ന ഡാറ്റാസ് വെച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം പശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് പുല്ലാണ്. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പുല്ലാണ്. ഈ പുല്ല് തന്നെ നട്ടു വളർത്തി ഒരു ബിസിനസ്സാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അത് പ്രയോജനപ്പെടുത്തി ജീവിക്കുന്ന ആളുകളും നമുക്കിവിടെ എന്നുള്ളത് വളരെ ഒരു റബ്ബർ തന്നെ അപേക്ഷിച്ച് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ കൃഷി അപേക്ഷിച്ച് കൃഷി ചെയ്തവർ വളരെ വിജയത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നമുക്ക് ക്ഷീര കർഷക സംഘം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മേഖലയിൽ ഒരു ഏരിയയിൽ ക്ഷീര കർഷക സംഘം ഉണ്ടാവുന്നത്? പാലുൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന പാലിന് എത്ര തന്നെ വന്നാലും ഒരു പശുവിനെ വളർത്തി പാല് കിട്ടുന്ന പാലിന് അതിന് നല്ലൊരു വില അപ്പോൾ തന്നെ വില ലഭിക്കുന്നു എന്നുള്ളതാണ് പശു വളർത്തുന്നതിന്റെ പ്രാധാന്യം. എന്നാൽ അവർക്ക് ആ കിട്ടുന്ന പാല് മുഴുവനായും വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അത് ഒരു ഡിമാൻഡ് അനുസരിച്ച് ഡിമാൻഡിൽ കൂടുതൽ പാലുണ്ടെങ്കിൽ നമുക്കത് വിറ്റഴിക്കാനായിട്ടൊക്കെ വേണം. അതുകൊണ്ട് തന്നെയാണ് കവള വിപ്ലവം കേരളത്തിൽ വരികയും അതോടനുബന്ധിച്ച് നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ കവള വിപ്ലവത്തിലൂടെ നമുക്ക് ഗുജറാത്തിലെ ആനന്ദിൽ സ്ഥാപിച്ച
ക്ഷീര കർഷകരുടെ ഒരു സൊസൈറ്റി, കർഷക സംഘം, ആ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പേരിലേക്ക് നമുക്ക് കേരളത്തിലേക്ക് കൂടുതൽ സംഘങ്ങൾ ഉണ്ടാവുകയും ആ സംഘത്തിൽ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് അത്യാവശ്യം അവിടെയുള്ള വിൽപ്പന, പ്രാദേശിക വിൽപ്പന കഴിച്ച് ബാക്കിയുള്ള പാല് മുഴുവനും വിറ്റഴിക്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് റെഡിയായിട്ട് എടുക്കാൻ പറ്റുന്ന ക്ഷീര സംഘങ്ങളിൽ നമുക്ക് മുഴുവൻ പാല് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അത് മിൽമയിലേക്ക് കൊണ്ടുപോയി മിൽമ അത് പാൽ ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. അത് നമുക്ക് വളരെ ക്ഷീര കർഷകർക്ക് വളരെ അപ്പം ഈ സംഘത്തിന് വേണ്ടുന്ന റിക്വയർമെന്റുകൾ എന്തൊക്കെയാണ് മാഡം ഒരു പ്രദേശത്ത് ഒരു സംഘം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള? ഒരു സംഘം തുടങ്ങണമെങ്കിൽ ഒരു വാർഡിനെങ്കിലും ഉൾപ്പെട്ട ക്ഷീര കർഷകരെ, കുറഞ്ഞതൊരു വാർഡിനെങ്കിലും ഉൾപ്പെട്ടെങ്കിലും ഒരു ക്ഷീര സംഘം തുടങ്ങാം. ക്ഷീര സംഘത്തിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 ക്ഷീര കർഷകർ ഒപ്പിട്ട ഒരു അപേക്ഷ ജില്ലാ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ് എറണാകുളം. ജില്ലാ രജിസ്ട്രാർക്ക് 25 പേര് ഒപ്പിട്ട ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് പരിശോധിച്ചതിന് ശേഷം അതിന് വേണ്ട ആ ഒരു സ്ഥലത്ത് അത് ഫീസിബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വില്ലേജ് സർവേ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഫീസിബിലിറ്റി റിപ്പോർട്ട്, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഇത് കൺസേൺഡ് ഏരിയയിലേക്ക് ബ്ലോക്ക് തലത്തിലാണ് ഓരോ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് തലത്തിലുള്ള ഓഫീഷ്യൽസിനോട് സർവേ നടത്തി വിവരങ്ങൾ കൊടുക്കാനായിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ വില്ലേജ് സർവേ റിപ്പോർട്ടും ഫീസിബിലിറ്റി റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ രജിസ്ട്രാർക്ക് അയച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് പരിശോധിച്ചതിന് ശേഷം ഒരു രൂപീകരണ യോഗം നടത്താൻ ആവശ്യപ്പെടും. രൂപീകരണ യോഗത്തിൽ കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത് എവിടെ പ്രവർത്തന പരിധി അതൊക്കെ എങ്ങനെ വേണം, അതിൻ്റെ പരിധി ഏതായിരിക്കണം, അതിൻ്റെ ആസ്ഥാനം എവിടെ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം രൂപീകരണ യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് എഴുതി സമർപ്പിച്ച് നൽകുമ്പോൾ പഞ്ചായത്ത് തലത്തിലുള്ള ഒരു പഞ്ചായത്ത് മാർച്ചിന് സെക്രട്ടറിയുടെ പദ്ധതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപേക്ഷ ജില്ലാ ഡയറക്ടർക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസും കൂടെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച് ബൈലോ പ്രകാരം ഒരു റിട്ടൺ ബൈലോ ഉണ്ട്. സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഒരു ബൈലോ ഉണ്ട്. ആ ബൈലോ പ്രകാരം ആ ബൈലോ ഈ രൂപീകരണ യോഗത്തിൽ മനസ്സിലാക്കി കൊടുക്കുകയും ആ ബൈലോ പ്രകാരം സംഘം തുടങ്ങാം എന്ന് രൂപീകരണ യോഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഡയറക്ടർ അത് പരിശോധിച്ചതിന് ശേഷം ഷെയർ പിടിക്കാനുള്ള ഒരു അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷെയർ പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തി ഒരു ക്യാപിറ്റൽ സംഘത്തിന് വേണ്ടതായിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഒരു ഷെയർ ഇപ്പം 10 രൂപയായിരുന്നു ഇതുവരെ, അപ്പം അത് 100 രൂപ ആക്കിയിട്ടുണ്ട്. ഷെയർ എന്ന് പറയുമ്പോൾ അതെന്താണ് മനസ്സിലാക്കണം, അതായത് ഓരോ കർഷകൻ ഇടേണ്ട ഷെയർ അല്ലേ, വിഹിതം. അതായത് 25 പേര് എന്ന് പറഞ്ഞാൽ 25 കർഷകരാണ്. ആ 25 കർഷകർ 100 രൂപ വെച്ചിട്ട് ഇടണം അല്ലേ, അതാണ് അതിൻ്റെ മൂലധനം നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ 2500 രൂപയെ വെച്ചോളൂ അല്ലേ. ഇത് കർഷകന്റെ ഷെയർ തന്നെയാണ്. കർഷകന് അത് പിന്നീട് കർഷകന് അവകാശപ്പെട്ട ലാഭം. അല്ല, അപ്പൊ ഈ 2500 രൂപ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? ആ പ്രവർത്തനം. അപ്പോൾ അതിന് വേണ്ട ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അതിന് വേണ്ട ഒരു കെട്ടിടം വേണ്ടി വരും, അതിനുള്ള എക്യുപ്മെന്റ്സ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഫണ്ടുകൾ എങ്ങനെയായിരിക്കും? അത് ഗവൺമെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്? സംഘം സൊസൈറ്റി തുടങ്ങി കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്നും ഓപ്പറേഷൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്കീം ഗവൺമെന്റിനുണ്ട്. ആ സ്കീമിൽ നിന്ന് 61,500 രൂപയാണ് കിട്ടുന്നത്. എത്ര കൊണ്ടാണ്? 61,500 രൂപ സംഘത്തിന് അത്യാവശ്യം ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം പാല് എടുക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സ്യ അലമാര അതുപോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് 61,500 രൂപ. അപ്പോൾ ഈ നമുക്ക് കർഷക സംഘം രൂപീകരിക്കുമ്പോൾ ആ സംഘത്തിൽ പ്രവർത്തിക്കാൻ വേണ്ട സ്റ്റാഫുകൾ, അപ്പോൾ ചിലപ്പം ഒരു പാൽ അളന്നു കൊടുക്കാനൊരു സ്റ്റാഫ് വേണ്ടി വരും, അതിൽ കണക്കുകൾ നോക്കാനായിട്ട് സ്റ്റാഫുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 സ്റ്റാഫുകൾ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് എന്താണ്? എത്ര പേര് വേണം? അവരുടെ ശമ്പളം നമ്മൾ എങ്ങനെ
തീരുമാനിക്കും, അതെങ്ങനെ കൊടുക്കും എന്നുള്ളതിനെ പറ്റി പറയാമോ? ഒരു സംഘത്തിന് ഒരു സെക്രട്ടറി വേണം. ഈ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നത് സംഘം സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BCom JDC അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നുള്ള ക്വാളിഫിക്കേഷനുള്ള സെക്രട്ടറിയെ സംഘം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പത്രപരസ്യം ചെയ്ത് ക്വാളിഫിക്കേഷനുള്ളവരുടെ അപേക്ഷ ക്ഷണിക്കുന്നു. ആ അപേക്ഷ നോക്കി അതിനുവേണ്ട ടെസ്റ്റും ഇന്റർവ്യൂവും നടത്തിയതിന് ശേഷം നടത്തേണ്ടതല്ലേ? അങ്ങനെ സെക്രട്ടറി ഒരു സംഘത്തിന് കണക്കുകൾ എഴുതുന്നതിന് ഒരു സെക്രട്ടറി, ടെസ്റ്റ് ചെയ്യുന്നതിന് ലാബ് അസിസ്റ്റന്റ്, പിന്നെ കളക്ട് ചെയ്യുന്ന പാൽ കളക്ട് ചെയ്യാനായിട്ട് പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് എന്നിങ്ങനെ 3 പോസ്റ്റുകളാണ് സംഘത്തിനുള്ളത്. ഇത് പാലിന്റെ എത്ര പാല് കളക്ട് ചെയ്യുന്നു അതനുസരിച്ച് അതിന് വേരിയേഷൻസ്. അപ്പൊ മിനിമം എത്രയാണ്? 2 പേരുണ്ടെങ്കിലാണ് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുള്ളൂ അല്ലേ? കാരണം ഒരാൾ സെക്രട്ടറി വേണം, അത് കണക്കെടുക്കണം, പിന്നെ മറ്റൊരാൾ അളക്കണം, ഈ പാത്രങ്ങളൊക്കെ കഴുകണം, ഇവിടുത്തെ ക്ലീനിങ് എല്ലാം. അപ്പൊ ഈ 2 പേരുടെ ശമ്പളം എത്രത്തോളം വരും നമുക്ക്? ശമ്പളം ഇപ്പൊ നിലവിൽ സർക്കാർ സെക്ഷൻ 18 എന്ന് പറഞ്ഞൊരു ശമ്പള സ്കെയിലും കാര്യങ്ങളും വർഷങ്ങളിൽ 4 വർഷങ്ങളിൽ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഒരു ശമ്പള സ്കെയിൽ തരുന്നുണ്ട്. അത് എപ്പോഴും ഒരു പാലിന്റെ അളവിനനുസരിച്ചാണ് ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ അവിടെ ലാഭമില്ലെങ്കിൽ ആ ഭരണസമിതിക്ക് അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അവർക്ക് മിനിമം വേതനം കൊടുക്കുകയില്ല. അപ്പൊ ആ മിനിമം വേതനം എത്രയാണ് സർ? മിനിമം വേതനം ഇപ്പോൾ ഒരു പ്രോക്യൂർമെന്റ് അസിന്റെ പുതിയ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് 4600 അവർ ബേസിക് തുടങ്ങുന്നതാണ്. ഒരു പ്രോക്യൂർമെന്റ് അത് 400 ലിറ്റർ പാൽ. അപ്പൊ അതും പിന്നെ DA അതായത് ഈ സംഘത്തിന്റെ ലാഭത്തിനനുസരിച്ച് അതാത് ഭരണസമിതിക്ക് തീരുമാനിച്ച് കൊടുക്കാവുന്നതാണ്. എന്നാൽ കൂടുതൽ പാലുള്ള സൊസൈറ്റിയിൽ നല്ല ഇടുക്കി അതുപോലെ തന്നെ കാസർഗോഡ് വയനാട് ജില്ലകളിലൊക്കെ 30,000-40,000 ശമ്പളം വാങ്ങുന്ന സെക്രട്ടറിമാരൊക്കെ നിലവിലുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു മധ്യ കേരളത്തിൽ അത്രയും ഒരു വരുന്നില്ല. ഒരു 25 രൂപയുടെ താഴെ വരുന്ന ജീവനക്കാരാണ് കൂടുതലും ഉള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കണം, ഇപ്പം നമുക്ക് ഒരു സംഘം രൂപീകരിക്കാനുള്ള ഉദ്ദേശം, ഒരു സംഘം രൂപീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാനൊരു സംഘം രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു സംഘം രൂപീകരിക്കാൻ പറ്റുമോ? അതെ, സംഘം എന്ന് പറയുന്നത് കൂട്ടം. അപ്പോൾ ഈ മിനിമം 25 പേര് വെച്ചിട്ട് അത് പ്രൈവറ്റ് ആയി. ഇതൊരു സഹകരണ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു കുറെ അധികം ക്ഷീര കർഷകർ ഒന്നിച്ചു കൂടി അവർ കൂട്ടം ഉണ്ടാക്കും. എന്നിട്ട് അത് DO നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സംഘം തുടങ്ങാം. അപ്പൊ സംഘത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും? പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഈ പാല് കളക്ട് ചെയ്യുക, അതൊക്കെ ടൈം ഉണ്ടല്ലോ. കാരണം ഈ പാല് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത് മിൽമയുടെ സബ് സെന്ററിലേക്കോ അല്ലെങ്കിൽ പ്ലാന്റിലേക്കോ ആയിരിക്കും പാല് കൊണ്ടുപോകുക. അപ്പൊ അതിന് ആ വണ്ടിയുടെ റൂട്ട് അനുസരിച്ചുള്ള സമയത്തനുസരിച്ചുള്ള പാല് കളക്ട് ചെയ്യുക. മിക്കവാറും എല്ലാ സൊസൈറ്റിയിലും ഒരു 5:30 മുതൽ കളക്ഷൻ തുടങ്ങും. ആ കളക്ഷൻ ചെയ്ത് കിട്ടുന്ന പാല് നമ്മളിവിടെ സ്വരൂപിച്ചതിന് ശേഷം അവരുടെ വണ്ടി വന്ന് ഇത് കയറ്റി കൊണ്ടുപോയി അവരെ സബ് സെന്ററിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാന്റിലേക്കോ അവസാനം ഇത് കൊണ്ടുപോകാൻ. ചീഫ് പ്രൊമോട്ടറാണ് സ്റ്റാർട്ടിങ് തോന്നുന്നത്. അങ്ങനെ ഭരണസമിതി ഉണ്ടാവില്ല. അവർ ലീഡറുമായിട്ട് മുന്നോട്ട് വന്ന് ഈ 25 കർഷകരുടെ ഒപ്പ് ശേഖരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കും. അതാണ് ചീഫ് പ്രൊമോട്ടർ. ഈ ചീഫ് പ്രൊമോട്ടർ പിന്നീട് ഇതിന്റെ തലവൻ അത് പറയാൻ പറ്റില്ല. ചീഫ് പ്രൊമോട്ടർ പിന്നെ സംഘം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം 3 മാസത്തേക്കാണ് പിന്നെ ആ ചീഫ് പ്രൊമോട്ടറുടെ മുന്നിൽ നിന്നുകൊണ്ട് സംഘത്തിന്റെ വർക്കിംഗ് നടക്കും. 3 മാസത്തിനുള്ളിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തി ഭരണസമിതി അംഗങ്ങളെ സ്ഥാനം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭരണസമിതി അംഗങ്ങൾ എന്ന് പറയുമ്പോൾ സംഘത്തിൽ 9 ഭരണസമിതി അംഗങ്ങളാണുള്ളത്. 5 പേര് ജനറൽ വിഭാഗവും 3 വനിതാ വിഭാഗവും 1 SC/ST വിഭാഗം. അങ്ങനെ 9 അംഗ ഭരണസമിതിയെ 3 മാസത്തിനുള്ളിൽ ഈ ഷെയർ എടുത്ത ഇവിടെയുള്ള അംഗങ്ങളെല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു പോസ്റ്റ് ബാലറ്റ് മുഖേന തിരഞ്ഞെടുത്താണ് നമ്മൾ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുന്നത്. ഭരണസമിതി പിന്നെ ഒരു പ്രസിഡന്റിനെ ഭരണസമിതി അംഗങ്ങൾ കൂടി തിരഞ്ഞെടുത്ത് അത് ഭരണാധികാരി എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇലക്ടറൽ ഓഫീസറും ഭരണാധികാരിയും കൂടിയാണ്. ഭരണാധികാരിയാണ് അവർക്ക് എത്ര കാലാവധി ഉണ്ടാവും? 5 വർഷമാണ്. 5 വർഷമാണ് ഭരണ കാലാവധി. പിന്നെ എനിക്ക് ചോദിക്കാണെന്ന് വെച്ചാൽ ഈ മിനിമം 25 കർഷകർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 25 കർഷകർ അവർ നമുക്ക് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? 25 കർഷകർ എന്ന് പറയുമ്പോൾ അത് മിനിമം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് പാല് അളവ് കൂടി 25 ഇന്നിപ്പം നമുക്ക് കാണാം പല സംഘങ്ങളിലും 1000
ഫാർമേഴ്സ് വരെയുള്ള സംഘങ്ങളുണ്ട്. 10ഉം 500ഉം ഫാർമേഴ്സും ഉള്ളവരുണ്ട്. ആക്റ്റീവ് ഫാർമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘമായി നിരന്തരം പശുക്കളെ വളർത്തി പാല് സംഘത്തിൽ കൊടുക്കുന്നവരാണ് ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവർ ഒരു വർഷം 500 ലിറ്റർ പാല് അളന്നിരിക്കണം എന്ന നിഷ്കർഷയുണ്ട്. അവർക്കാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ സംഘത്തിന് പൊതുയോഗം. സംഘത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത് പൊതുയോഗമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പൊതുയോഗത്തിലാണ് അതിൻ്റെ അധികാരം. മറ്റ് ചെറിയ കാര്യങ്ങളെല്ലാം ഭരണസമിതി, ഉപനഗ ഭരണസമിതിക്ക് തീരുമാനിക്കാം. അങ്ങനെയാണ് സംഘം. അപ്പോൾ ഈ സംഘത്തിൽ അംഗമായിട്ടുള്ള കർഷകർക്ക് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം സേവനങ്ങൾ നമ്മൾ സംഘം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പാലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ടെസ്റ്റും അതിൻ്റെ കാറ്റുമൊക്കെ നോക്കി അവർക്ക് ഏറ്റവും ന്യായമായ വിലയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇത് കൂടാതെ അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ക്ഷീരവികസന വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ അവർക്ക് പാലിന് കാലിത്തീറ്റ സബ്സിഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും അവരളന്ന പാലിനനുസരിച്ച് അവർക്ക് സബ്സിഡി ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് പെർസെൻറ്റേജ്, അതായത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ അതിൻ്റെ ഫണ്ടിങ് അനുസരിച്ച് അവർക്ക് അത് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം എത്തുമ്പോൾ അതിൻ്റെ ഫണ്ടുകൾ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പ് 1 പശു സ്കീം, 5 പശു സ്കീം, അങ്ങനെ 10 പശു, അങ്ങനെ കുറെ സ്കീമുകളുണ്ട്. ആ സ്കീമിന് അവർക്ക് പശു വാങ്ങാനുള്ള സാമ്പത്തിക സഹായം അവർക്ക് ക്ഷീരവികസന വകുപ്പ് കൊടുക്കുന്നുണ്ട്. അത് കിട്ടണമെങ്കിൽ സംഘത്തിൽ ഈ പാലുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മൾ ഈ ക്ഷീരവികസന ഓഫീസിൽ നിന്നും അതിന് അപേക്ഷ ക്ഷണിക്കും. ആ അപേക്ഷ ക്ഷണിച്ച് അവരൊരു ഇവരുടെ ഈ അപേക്ഷക്കാരെയൊക്കെ യോഗം വിളിച്ച് ചേർത്ത് അതിൽ അർഹരായവരെ അവർ കണ്ടെത്തി അവരവർക്ക് ഈ ഫണ്ട് കൊടുക്കും. പക്ഷെ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പാലിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലേക്ക് പശുവിനെ മേടിച്ചിട്ടുള്ള ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട് പോലുള്ള അല്ലെങ്കിൽ കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നും പശുവിനെ അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ പാലിൻ്റെ അളവ് കൂട്ടുക, അതാണ് ഇത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് വഴി കണ്ടുള്ള പേപ്പറും അതുപോലെ തന്നെ അവിടെ പോയി പശു വാങ്ങി നിശ്ചയിച്ച് അതിൻ്റെ അസുഖങ്ങളൊന്നും ഇല്ലാതൊക്കെ ബോധ്യപ്പെടുത്തിയുള്ള മുഴുവൻ ഡോക്യുമെന്റ്സും കൊടുത്താലാണ് അവരൊരു പശുവിന് ഇത്തരം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് അനുവദിക്കുക. അത് അവർക്ക് ഫുൾ ഫ്രീ ആണ്, ആരും തിരിച്ചടയ്ക്കേണ്ട സാധനം. പക്ഷെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അവർ 5 കൊല്ലം ഈ ബിസിനസ് തുടരണം എന്നുള്ള ഒരു എഗ്രിമെന്റ് നമ്മൾ വച്ചു കൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പട്ടിമറ്റം ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം പട്ടിമറ്റം വളവുകോട് ബ്ലോക്ക് പട്ടിമറ്റത്താണ്. ബ്ലോക്കില് 90 ലക്ഷം രൂപയാണ് ഈ വർഷം വിവിധ പഞ്ചായത്തുകൾ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിലൂടെ കർഷകർക്ക് പാലിന് സബ്സിഡി, സംഘത്തിൽ അളക്കുന്ന പാലിന് 1 ലിറ്ററിന് 4 രൂപ പ്രകാരം പരമാവധി ഒരു വർഷം 40,000 കൊടുക്കാം എന്നുള്ള ഇതാണ് പദ്ധതി. ജനകീയ ആസൂത്രണ പദ്ധതിയാണത്. അതിൽ വെച്ച് നമുക്കിപ്പോൾ 90 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ നാൾ വരെ ഇപ്പം 80 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒക്ടോബർ വരെയുള്ള കാലയളവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് സംഘത്തിൽ അളക്കുന്ന പാലിൻ്റെ ലിസ്റ്റ് അളന്ന കർഷകരുടെ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് നമ്മളത് പഞ്ചായത്ത് പദ്ധതിയിലൂടെ നമ്മൾ നടപ്പിലാക്കി വരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് പട്ടിമറ്റം ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം 9,500 ലിറ്റർ പാലാണ് ആവറേജ് ആയിട്ട് നമുക്ക് ഒരു ദിവസം ശരാശരി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ഒക്ടോബറും നവംബറും ഈ 2 മാസങ്ങളായിട്ട് 2000 ലിറ്ററിൻ്റെ വർധന വന്നിട്ടുണ്ട്. 11,500 ലിറ്ററാണ് ഈ 2 മാസങ്ങളായിട്ട് വർധന വന്നിട്ടുള്ളത്. വർധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ വകുപ്പുകളിൻ്റെ പദ്ധതികളെല്ലാം 1 പശു യൂണിറ്റ്, പ്രസിഡന്റ് പറഞ്ഞ പോലെ 1 പശു യൂണിറ്റ്, 2 പശു യൂണിറ്റ്, 5 പശു യൂണിറ്റ് ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് KCC ഇപ്പം പുതിയതായിട്ട് ആവിഷ്കരിച്ച KCC എന്ന് പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വന്നു. ഇത് വളരെ കർഷകർക്ക് ഗുണകരമായി. കാരണം എത്ര രൂപ, ചെറിയ ഒരു എമൗണ്ട് പോലും
തൊഴുത്ത് നവീകരിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ പശുവിനെ വാങ്ങാനായിക്കോട്ടെ, വലിയ ഫാം തുടങ്ങാനായിക്കോട്ടെ, 1,60,000 രൂപ വരെ അവർക്ക് ഈടില്ലാതെ വായ്പ കിട്ടുന്ന ഒരു വളരെ നോമിനലായിട്ടുള്ള ഇൻട്രസ്റ്റിൽ വായ്പ കിട്ടുന്ന ഒരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നമ്മുടെ ഫാർമേഴ്സിനോട് മുഴുവൻ അത് എടുക്കണം. കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അവർക്ക് ആവശ്യപ്പെടുമ്പോൾ ബാങ്കിൽ ചെന്ന് ക്രെഡിറ്റ് കാർഡ് വഴി അവർക്ക് പൈസ എടുക്കാം. ആരോടും ഒരു കടം ചോദിക്കേണ്ട സിറ്റുവേഷൻ വരാതെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള നമ്മൾ കൊടുക്കുകയും ഒരു കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ 2 മാസങ്ങളായിട്ട് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വളരെ പ്രയോജനപ്രദമായിട്ടുണ്ട്. ധാരാളം പേര് ലോൺ എടുക്കുകയും മാത്രമല്ല ഈ COVID-19 വ്യാപനമായിരിക്കുന്ന ഈ സമയത്ത് ധാരാളം ആളുകൾക്ക് ഇൻകം ജനറേഷൻ എന്ന് പറഞ്ഞാൽ പല ജോലികളും നഷ്ടപ്പെട്ട് ഇപ്പോൾ ദൂരെ നിന്ന് അതർ സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ അതർ കൺട്രീസിലോ ജോലി ചെയ്തിരുന്നവർ ചെറുപ്പക്കാരായവർ വരെ അവരുടെ ജോലി നഷ്ടപ്പെടാനൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും അവരിവിടെ വന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ഡെയറിയിങ്ങിലേക്ക് തിരിഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഡെയറിയിങ്ങിലേക്ക് കൂടുതൽ പേര് വന്നിട്ടുണ്ട് ഇവിടെ. എന്നാൽ ഈ COVID-19 ഈ വ്യാപനത്തിൻ്റെ ക്രൈസിസിൽ നമുക്ക് ഗവൺമെൻറ്റിന് കൂടുതൽ പദ്ധതികൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഗവൺമെൻറ് നല്ല പദ്ധതി കിടാരി പാർക്ക് പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും പല ബ്ലോക്കുകളിലും കിടാരി പാർക്ക് കിട്ടുകയും നമുക്ക് നമ്മുടെ വകുപ്പ് സ്കീമുകളെല്ലാം അതർ സംസ്ഥാനത്ത് നിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് പശുക്കളെ കൊണ്ടുവരണം. കാരണം കേരളത്തിലെ പശുക്കളുടെ എണ്ണം കൂട്ടണം, പാലുൽപാദനം കൂടണം. ഈ രീതിയിലാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വന്നത്. ഈ കിടാരി പാർക്ക് ഒരു പരിധി വരെ അന്യ സംസ്ഥാനത്ത് നിന്ന് കിടാരികളെ കൊണ്ടുവന്ന് വളർത്തി നമ്മുടെ കർഷകർക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പശുക്കളെ കിടാരി പാർക്കിൽ നിന്ന് മേടിക്കാം എന്നുള്ള ഒരു പുതിയ ഒരു പദ്ധതിയും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കത് കുറച്ചുകൂടെ പ്രയോജനപ്രദമായിട്ടുണ്ട്. അതിലൊന്നൊക്കെ കൂടുതൽ ഡയറിങ് സെക്ടറിലേക്ക് നല്ല പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. പാലുൽപാദനം വർദ്ധിച്ചു വരുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് ചേരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത് എന്നാണ് ഒരു ക്ഷീരവികസന ഓഫീസർ ഈ COVID-19 പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ ഫീൽഡും അടഞ്ഞു പോയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒറ്റ ഫീൽഡ് ക്ഷീരമേഖല മാത്രമായിരുന്നു. കാരണം ബാക്കി എല്ലാ കടകൾ വരെയും അടച്ചിട്ട സമയത്ത് ഈ പാലിൻ്റെ ഉത്പാദനത്തിന് മാത്രം സംസ്ഥാന സർക്കാരും അതുപോലെ വകുപ്പും യാതൊരുവിധ തടസ്സവും അതുപോലെ തന്നെ മേഖലാ യൂണിയനുകളും മിൽമയും ഈ ഒരു പ്രസ്ഥാനത്തെ മാത്രമാണ് പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് ആണ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലിൻ്റെ അളവ് നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ സാധിച്ചത്. ഇപ്പോൾ സർക്കാരിൽ നിന്ന് കണ്ടമാനം ഈ ലോണായിട്ടും മറ്റേ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കുറേ കാശുകൾ കിട്ടി. അപ്പോൾ അത് കൂടുതൽ പശുക്കളെ നമുക്ക് വാങ്ങാൻ സാധിച്ചു. അങ്ങനെ ഓരോ സൊസൈറ്റികൾക്കും കൂടുതൽ പാലിൻ്റെ അളവ് കൂട്ടാൻ സാധിച്ചു. ഈ ഒരു മേഖല മാത്രമാണ് ഈ COVID-19 കാലത്ത് പിടിച്ചു നിന്ന ഒരു മേഖല ക്ഷീര കർഷക മേഖലയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും COVID-19 വന്നപ്പോഴത്തേക്കും കാലിത്തീറ്റ സബ്സിഡി ഇനത്തിന് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് സമ്പന്നമായി ഇടപെട്ട് അത് കൊടുക്കുകയുണ്ടായി. കൂടുതൽ ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയാണ് അത് വെച്ചിട്ടാണ് അത് ചെയ്തത്. ഏതെങ്കിലും കർഷകർക്ക് അത് കുറേ പ്രയോജനപ്രദമായി മനസ്സിലാക്കും. അപ്പോൾ മാഡം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്നും നമുക്ക് ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവിടെ തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിലാണോ എന്നുള്ള ആഗ്രഹത്തോട് വരുന്നവർ ധാരാളം ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്നവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു ഉപദേശം എന്ന നിലയിൽ അല്ലെ അവരുടെ അടുത്ത് എങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മുന്നോടിയായിട്ട് വരുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ? തീർച്ചയായിട്ടും അവർ നമ്മളെ സമീപിക്കുകയും നമ്മൾ അവർക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ബാങ്കുമായി അവരെ മീറ്റ് ചെയ്യുകയും അവർക്ക് ബാങ്ക് പ്രൊജക്റ്റ് വൈസായിട്ട് അവർക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരും ഇപ്പം ഈ വർഷം ഇത്തരത്തിലൊരു എൻട്രി ഇതിലുള്ളവർക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ COVID-19 ഒക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഈ ഡയറി സെക്ടറിലേക്ക് കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഈ മേഖല ശക്തിപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാഡം അതുപോലെ നമ്മൾ ഈ ക്ഷീര കർഷകരുടെ ഗുണങ്ങൾ അവർക്ക് കിട്ടുന്ന മെച്ചങ്ങൾ അതായത് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഗുണങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ പെൻഷൻ? അവർക്ക് ഈ ഒരു ക്ഷേമനിധിയാണല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പെൻഷൻ ഉണ്ടാവുമായിരിക്കും അല്ലേ? ക്ഷീര കർഷക ക്ഷേമനിധി 2004 ക്ഷീര കർഷകർക്ക് പ്രത്യേകം രൂപീകരിച്ചൊരു ബോർഡാണ്. തിരുവനന്തപുരത്താണ് ആസ്ഥാനം.
ക്ഷീരകർഷക ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വർഷം 500 ലിറ്റർ പാലളന്നയാൾക്ക് ക്ഷീരകർഷക ക്ഷേമനിധിയുടെ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 5 വർഷം 500 ലിറ്റർ പാലളക്കുകയും 60 വയസ്സ് തികയുകയും ചെയ്ത കർഷകന് പെൻഷൻ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പെൻഷൻ മുന്നേ കഴിഞ്ഞ കാലങ്ങളിൽ ഘട്ടഘട്ടമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ COVID-19 വ്യാപനവും ആളുകളുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി 1400 രൂപ അതാത് മാസം തന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൻഷനർ മരിച്ചു കഴിഞ്ഞാൽ ഫാമിലി പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ക്ഷേമനിധി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് പെൺമക്കൾ ക്ഷേമനിധി മെമ്പറുടെ പെൺമക്കളുടെ വിവാഹത്തിന് വിവാഹ ധനസഹായമായി 5000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻഷനർ ക്ഷേമനിധി മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര സഹായമായി അടിയന്തര നടപടികൾ ചെയ്യാൻ മനുഷ്യർക്ക് മരണാനന്തര സഹായമായിട്ട് 3000 രൂപ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ നമ്മുടെ ഇൻഷുർ ചെയ്യാത്ത പശുക്കൾ, കർഷകരെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യണമെന്നില്ല. ഇൻഷുർ ചെയ്യാത്ത പശുക്കൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിൽ 15000 രൂപ ആ ഫണ്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസ ധനസഹായം എന്നുള്ളൊരു ധനസഹായമുണ്ട്. അത് ഓരോ കോഴ്സും കഴിഞ്ഞു കഴിയുമ്പോൾ ആ കോഴ്സിന് ഒരു സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിലാണ് ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം കൊടുക്കുന്നത്. ഇത് കൂടാതെ ക്ഷേമനിധി അംഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അസുഖം വന്ന് ഒരു ദിവസമെങ്കിലും കിടന്ന് ചികിത്സിച്ച ആളുകൾക്കാണെങ്കിൽ ചികിത്സ ധനസഹായം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മാരക രോഗങ്ങൾ വന്ന കിഡ്നി, കരള്, ഹാർട്ട് അതുപോലെയുള്ള മാരക രോഗം വന്ന രോഗികൾക്കും ചികിത്സ ധനസഹായം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു പെൻഷൻ വാങ്ങുന്ന ഒരു സർവീസ് പെൻഷനർ ആണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഈ ഇപ്പോൾ ക്ഷീര സംഘവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ ക്ഷേമത്തിൽ നിന്നുള്ള പെൻഷൻ ഡബിൾ പെൻഷൻ കിട്ടുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും? ക്ഷേമനിധി ക്ഷീരകർഷക പെൻഷൻ തുടങ്ങിയ കാലങ്ങളിൽ ക്ഷീരകർഷക ക്ഷേമനിധി തന്നെ ഫണ്ട് ചെയ്തിട്ടാണ് പെൻഷൻ കൊടുത്തിരുന്നത്. അതിന് ചെറിയൊരു നോമിനൽ എമൗണ്ട് നമ്മുടെ സംഘങ്ങളിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ക്ഷേമനിധിയുടെ ഫണ്ടായിട്ട് അത് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ മിൽമയും അതിനെ സഹായം ചെയ്തിട്ടുണ്ട്. മിൽമയിൽ നിന്നും നല്ലൊരു സഹായം കിട്ടിയിട്ടാണ് ക്ഷേമനിധിയുടെ ഫണ്ട് കൊണ്ടുപോയി ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ഈ പെൻഷൻ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഒപ്പം തന്നെ ക്ഷീരകർഷക ക്ഷേമനിധിയിലേക്ക് വരികയും ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അക്കാലങ്ങളിൽ നമ്മുടെ സർവീസ് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് പോലും ക്ഷേമനിധി ക്ഷീരകർഷകനാണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് കുറച്ചുകൂടി ഒരു നിയന്ത്രണം സാമൂഹ്യ സുരക്ഷാ പെൻഷന് അതോടൊപ്പം തന്നെ ക്ഷീരകർഷക പെൻഷനും രണ്ടും കൂടെ ഒരുമിച്ച് ലഭിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു 1500 രൂപ മാത്രമായി പെൻഷൻ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും പക്ഷേ ഈ സാമൂഹിക പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ ക്ഷീരകർഷക പെൻഷൻ കിട്ടില്ല. എന്നാൽ മുഴുവനായും കിട്ടില്ല എന്ന് പറയുന്നില്ല. 1500 രൂപയിൽ അത് 2 പെൻഷനും കൂടെ നിശ്ചയപ്പെടുത്തിയിട്ടായിരിക്കണം ലഭിക്കേണ്ടത്. എന്നാൽ ഒരു സർവീസ് പെൻഷൻ, ഒരു റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായക്ക് സർവീസ് പെൻഷൻ ഓൾറെഡി കിട്ടുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ക്ഷീരകർഷക ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷനും കൂടെ കിട്ടും അല്ലേ? കിട്ടുന്നുണ്ട്. ധാരാളം ആളുകൾ ഇപ്പം സർവീസ് പെൻഷനോടൊപ്പം തന്നെ അവർ ഓൾറെഡി ക്ഷീരകർഷകരായിരുന്നു. ക്ഷീരകർഷകർക്ക് ലിമിറ്റ് ഇപ്പോൾ APL BPL വിഭാഗ വ്യത്യാസങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ക്ഷീരകർഷകരെ പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കതും ലഭിക്കുന്നത്. അതുപോലെ തന്നെ കർഷക ഇൻഷുറൻസ് ക്ഷേമനിധിയുടെ ഒരു ഷെയർ കൂടെ എടുത്തിട്ട് മിൽമയും കൂടെ ഉള്ള ധനസഹായത്തോടു കൂടി ഒരു കർഷക ഇൻഷുറൻസ് നടപ്പിലാക്കി വരുന്നുണ്ട്. കർഷകർക്ക് 2 ലക്ഷം രൂപ വരെ ചികിത്സ ഇൻഷുറൻസ് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന് കർഷകരുടെ ഒരു കർഷകനാണെങ്കിൽ ഭാര്യ, മക്കള്, കർഷകനാണെങ്കിൽ ഭർത്താവ്, മക്കള്, അച്ഛനും അമ്മയും. കഴിഞ്ഞ വർഷം അത് മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഈ വർഷം പ്രായം ചെന്ന അച്ഛനും അമ്മയ്ക്കും കൂടെ അതിൻ്റെ ഒരു
ചികിത്സാ ചെലവ് എന്നുള്ള രീതിയിൽ ക്ഷീര കർഷക ഇൻഷുറൻസ് നടപ്പിലാക്കി വരുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയാണ് അതിന് ധനസഹായം ലഭിക്കുക. അതോടൊപ്പം തന്നെ പശുക്കൾക്ക് ഇൻഷുറൻസും അതിന് നോമിനലായിട്ടുള്ള ഒരു ഇൻഷുറൻസ് തുക മാത്രം അടച്ചാൽ മതി. ബാക്കി ക്ഷേമനിധിയും വെൽമയുടെ കോൺട്രിബ്യൂഷൻസും കൂടെ എടുത്തിട്ടാണ് അത് ചെയ്തു വരുന്നത്. അതിന് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആണ്. കാർഡ് ഹോസ്പിറ്റലിൽ കാണിക്കത്തക്ക രീതിയിലുള്ള കാർഡ് സംവിധാനവും റെഡിയാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കർഷകർക്ക് പ്രയോജനപ്പെടും. ക്ഷീര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷീര സംഘങ്ങളിൽ ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ റൂം ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് സ്ഥാപിച്ചതോടുകൂടി പാല് ഒരു കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ പാക്കേജ് ടെസ്റ്റ് നടത്തി അതിൻ്റെ ബില്ലടിച്ച് കൊടുക്കുന്ന രീതിയിലേക്കാണ് സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. മിക്ക സംഘങ്ങളും ഓട്ടോമേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്ഷീര സംഘങ്ങളുടെ നവീകരണം എന്ന സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ സംഘങ്ങളിലും തന്നെ നല്ല രീതിയിലുള്ള ബിൽഡിങ്ങുകൾ, മിൽക്ക് കളക്ഷൻ റൂം, അതുപോലെ തന്നെ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, കർഷകർക്ക് അത്യാവശ്യ അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വടകോട് ബ്ലോക്കിന് ഈ വർഷം കിട്ടിയിരിക്കുന്ന സോളാർ സംഘങ്ങളിൽ സോളാർ ഇതിലൂടെ സംഘങ്ങളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ അതിനൊരു ഗ്രിഡിൽ നിന്നും തിരിച്ച് ഇലക്ട്രിസിറ്റി ബാലൻസ് വരുന്ന KSEBിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ് അത് നടപ്പിലാക്കി വരുന്നത്. അത്തരത്തിലുള്ള വിവിധ പദ്ധതികൾ, വേസ്റ്റ് വാട്ടർ, മഴവെള്ള സംഭരണി, അത്തരത്തിലുള്ള ധാരാളം നല്ല നല്ല പ്രൊജക്റ്റുകൾ സംഘങ്ങളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത് ക്ഷീര സംഘങ്ങൾക്കും മറ്റ് ക്ഷീര കർഷകർക്കും മുൻപോട്ട് തന്നെയാണ്. അത്തരത്തിൽ നല്ല രീതിയിൽ ക്ഷീര സംഘങ്ങൾ പ്രവർത്തിക്കാനായിട്ട് നമ്മളെല്ലാം പ്രവർത്തനം ചെയ്യുന്നു. അപ്പോൾ ഒരു ക്ഷീര കർഷക സംഘം എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതികൾ എന്തെല്ലാമാണ് എന്നൊക്കെ വിശദമായിട്ട് തന്നെയാണ് നമുക്കിവിടെ ബഷീർ സാർ ശ്രീധരമാണോ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും വിവരങ്ങൾ വളരെ വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് കേരള ട്രാവൽ ടെക് എന്ന ഈ ചാനലിന്റെ പേരിൽ എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണാം. അത് എല്ലാവർക്കും ബൈ.